ഒരിക്കൽ മോഷ്ടാവായിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ മോഷണത്തെ തടുക്കാമെന്ന് ക്ലാസ് എടുക്കുന്ന ഒരു മോഷ്ടാവിനെ പറ്റി അറിയാമോ? ഇനി ആ മോഷ്ടാവ് ഒരു സ്ത്രീയാണെങ്കിലോ ഒന്നുകൂടി ഞെട്ടലുണ്ടാകും അല്ലെ? കാരണം വീട് കുത്തി തുറന്ന കള്ളി എന്ന വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുക വിരളമാവും. എങ്കിലിതാ 200-ലധികം വീടുകൾ കവർന്ന ആ വകയിൽ മാത്രം 58 കോടി കൈക്കലാക്കിയ ജെന്നിഫർ ഗോമസ് എന്ന മോഷ്ടാവാണ് നിലവിൽ മോഷണ തന്ത്രങ്ങൾ പരസ്യമായി പങ്കുവെച്ച് താരമായി മാറിയിരിക്കുന്നത്. മോഷണങ്ങളുടെ പേരിൽ 10 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജെന്നിഫർ ഇപ്പോൾ ഒരു ടിക്ടോക്ക് ഇൻഫ്ലുവൻസർ ആണ്. വീടുകളെ മോഷണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ട്രിക്കുകൾ പങ്കുവെച്ചുകൊണ്ടാണ് ജെന്നിഫർ ടിക്ടോക്കിൽ നിലവിൽ താരമാകുന്നത്. ലോക്ക്ഡ് ഇൻ വിത്ത് ഇയാൻ ബിഗ് എന്ന പോഡ്കാസ്റ്റ് പ്രോഗ്രാമിലൂടെയാണ് ജെന്നിഫർ തന്റെ പൂർവ്വകാല മോഷണ കഥകൾ ശ്രോതാക്കളുമായി നിലവിൽ പങ്കുവച്ചിട്ടുള്ളത്. മോഷണങ്ങളുടെ പേരിൽ 10 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജെന്നിഫർ നിലവിൽ ടിക്ടോക്കിൽ ഒരു ഇൻഫ്ലുവൻസറായി തീരുന്നത് വീടുകളെ മോഷണത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ട്രിക്കുകൾ പങ്കുവെച്ചുകൊണ്ടാണ്. ജെന്നിഫറിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായതോടെയാണ് പോഡ്കാസ്റ്റിലേക്ക് ഇവർക്ക് ക്ഷണം ലഭിക്കുന്നത്. അവിടെ തന്റെ ജീവിതം ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജെന്നിഫർ ലോകത്തെമ്പാടുമുള്ളവരുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. വീട്ടിൽ മോഷണം നടന്നതായി ഉടമസ്ഥർക്ക് പോലും മനസ്സിലാകാത്ത ക്യാറ്റ് ബർഗ്ലർ എന്ന രീതിയിലൂടെ എത്ര വിദഗ്ധമായാണ് താൻ മോഷണങ്ങൾ നടത്തിയിരുന്നതെന്ന് പരിപാടിയിൽ ജെന്നിഫർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന ടിപ്പുകളും അവർ ഇതിൽ പങ്കുവയ്ക്കുന്നു. മോഷണത്തിനായി താൻ തിരഞ്ഞെടുത്തിരുന്ന വീടുകൾ എങ്ങനെയുള്ളതായിരുന്നു, വീട്ടുടമസ്ഥരെ കണ്ടാൽ അവരുടെ കയ്യിൽ പണം ഉണ്ടാകുമോ എന്ന് താൻ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്, വീട്ടിൽ വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ വശത്താക്കാം തുടങ്ങി വീടുകളിൽ മോഷണം നടത്തുമ്പോൾ നടത്തിയിരുന്ന മുന്നൊരുക്കങ്ങളൊക്കെ ജെന്നിഫർ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ വീടിനെ കവർച്ചയിൽ നിന്നും എങ്ങനെ രക്ഷിക്കാം എന്ന ടിപ്പുകൾ കൂടിയാണെന്നും ജെന്നിഫർ പറയുന്നു. കാഴ്ചയിൽ തന്നെ സമ്പന്നമെന്ന് തോന്നുന്ന വീടുകളാണ് പ്രധാനമായും ജെന്നിഫർ മോഷണത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്. അതിന് പ്രധാന കാരണം അത്തരം വീടുകളിൽ സ്വകാര്യതയ്ക്കായി അവർ വലിയ മതിലുകൾ പണിതിരിക്കുമെന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടില്ല. ഒരുപക്ഷെ വീട്ടുകാർ വന്നാലും ഒളിച്ചിരിക്കാൻ എളുപ്പവുമാണ്. എന്നാൽ വീട് മാത്രം നോക്കിയും കാര്യങ്ങൾ തീരുമാനിക്കാനാവില്ലെന്നും ജെന്നിഫർ പറയുന്നു. വീട്ടുകാരെ കുറച്ചു ദിവസം നിരീക്ഷിക്കണം, അപ്പോഴേ മനസ്സിലാവൂ അവർ ശരിക്കും സമ്പന്നരാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്നും ജെന്നിഫർ പറയുന്നു. ശബ്ദമുണ്ടാക്കാതെയും ബലപ്രയോഗം നടത്താതെയും ഒക്കെ ലോക്കറുകളും മറ്റും തുറക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം താൻ നേടിയിരുന്നുവെന്നും ജെന്നിഫർ വ്യക്തമാക്കുന്നുണ്ട്. വീടുകൾക്ക് പുറത്ത് എന്തൊക്കെ സൂക്ഷിക്കണം എന്ന ബോർഡ് വെക്കുന്നത് ശരിക്കും മണ്ടത്തരമാണെന്നും ജെന്നിഫർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്യാമറയുണ്ട് സൂക്ഷിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെയുള്ള ബോർഡുകൾ ശരിക്കും മോഷ്ടാക്കൾക്ക് സഹായകമാണ്. കാരണം ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം മോഷണത്തിനെത്തുവാൻ അത് അവർക്ക് സഹായകമായേക്കാം. മറിച്ച് ഇക്കാര്യങ്ങൾ അറിയാതെ വീട്ടിൽ കയറിയാലോ ക്യാമറയിലോ പട്ടിയുടെ മുന്നിലോ ഒക്കെ നമ്മൾ പെട്ടുപോകുമെന്നും ജെന്നിഫർ ഓർമ്മിപ്പിക്കുന്നു. ഫ്ലോറിഡയിൽ നടത്തിയ മോഷണങ്ങളുടെ ഭാഗമായി 2011 മുതൽ 2020 വരെയാണ് ജെന്നിഫറിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. ജയിലിലെ ഗർഭകാലവും അന്ന് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ജെന്നിഫർ പോഡ്കാസ്റ്റിൽ ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുമുണ്ട്. $7 മില്യൺ അഥവാ 58,22,71,550 രൂപയാണ് വീടുകളിൽ കവർന്നുകൊണ്ട് ജെന്നിഫർ സ്വന്തമാക്കിയത്. ഇപ്പോൾ മോഷണമെല്ലാം നിർത്തി ടിക്ടോക്കിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ജെന്നിഫർ വ്യക്തമാക്കിയിട്ടുള്ളത്.